നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനും വ്ളോഗ് എടുക്കാനും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. മറ്റുള്ളവരെ നോക്കിയിട്ട് കാര്യമില്ല. എല്ലാവരും തളർത്താനും ഒരുപാട് പേര് തളർത്താനും അല്ലെങ്കിൽ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. മറ്റേ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതായത് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ അത് മേടിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവും. പക്ഷെ പലരും തുടങ്ങാത്തത് ഒന്നല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടാത്ത സപ്പോർട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ ട്രോളുവോ അല്ലെങ്കിൽ മറ്റുള്ളവർ പേടിച്ചിട്ട് എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങാൻ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീലിടാൻ ഒക്കെ മടിക്കുന്നത്. നമ്മൾ മാന്യമായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അതുപോലെ തന്നെ ചിലർക്ക് വീട്ടിൽ സപ്പോർട്ട് ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനെ പേടിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റ്സ് വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു നല്ല രീതിയിൽ ഒരു ബ്ലോഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾക്ക് തടുക്കാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന് നമുക്ക് ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല. അപ്പം എൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബായിക്ക് വന്നപ്പോൾ തന്നെ തോന്നണം. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും തളർത്താനും, ഒരുപാട് പേര് തളർത്താനും അല്ലെങ്കിൽ ഒരുപാട് പേര് നെഗറ്റീവായിട്ടും വന്നിട്ടുണ്ട്. എന്തിനാ ചെയ്യണത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഇടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പലരും വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നീ ചെയ്തോ, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് വീട്ടുകാരെല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു മടുപ്പ് തോന്നി. എന്തിനാണ് വെറുതെ ഇനിയിപ്പോൾ അതൊന്നും വേണ്ട എന്നൊക്കെയുള്ള മട്ടില്ല. അതൊക്കെ ഡിലീറ്റ് ആക്കി അക്കൗണ്ടൊക്കെ. അതിലൊരു 100 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സബ്സ്ക്രൈബേഴ്സ്, തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഡിലീറ്റ് ആക്കി ഇട്ട്. പിന്നെ എനിക്കൊരു ഇതൊക്കെ ആയിട്ട് എനിക്കൊരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് തോന്നി, ഈ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അറിയുന്ന പണിയല്ല, നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനും വ്ളോഗ് എടുക്കാനും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക, മറ്റുള്ളവരെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം എനിക്ക് തോന്നി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നുകൂടെ. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമൊക്കെ തുടങ്ങി. അങ്ങനെ എനിക്ക് കുറച്ച് 200 ഒക്കെ ഫോളോവേഴ്സായി. അപ്പം തന്നെ നമുക്ക് 200 ഒക്കെ ആകുമ്പോൾ വലിയ സംഭവമാണല്ലോ. ഈ 200 പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പിന്നെ നമ്മളറിയുന്നവർ അങ്ങനെ കുറച്ച് പേരാട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ റീലൊക്കെ ഇടാൻ തുടങ്ങി. പിന്നെ ചില ഒരു റീൽ അടിച്ചു കയറി കേട്ടോ. പിന്നെ ഞാൻ ഈ കൺസിസ്റ്റൻസി പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് മെയിൻ ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ അടുപ്പിച്ചിട്ട് കുറച്ച് റീൽസ് ഇടാൻ തുടങ്ങിയപ്പോൾ അതിന് ഭയങ്കര റീച്ചൊക്കെ കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ചിലതിന് കിട്ടൂല, പക്ഷെ ചിലത് ഭയങ്കരമായിട്ട് അടിച്ചു കയറുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കെ ഞാൻ യൂട്യൂബിൽ വിചാരിച്ചു ഡെയിലി വ്ളോഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാമെന്നൊക്കെ. അപ്പോൾ യൂട്യൂബിൽ ഇടുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡെയിലി വ്ളോഗ് ഇടുമ്പോൾ മോശമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ മോശമാണോ എന്നുള്ളൊരു ചിന്ത. അപ്പോൾ നമുക്കത് മോശമല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് ഇടുക. അതായത് നമ്മൾ മറ്റുള്ളവർ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹേർട്ടാവുന്ന രീതിയിലോ ഒന്നും ചെയ്യുന്നില്ല. നമുക്കത് നല്ല രീതിയിലാണ്, നമ്മുടെ ഇഷ്ടമാണ്, പിന്നെ നമ്മൾ നല്ല രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇടാം. അതിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ജാതിനോട് ഉള്ള ഗെയിംസ് ആണെങ്കിലും അങ്ങനെയാണെങ്കിലും ഒക്കെ ഇട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മറ്റുള്ളവർ നോക്കി ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. അതായത് ഓരോരുത്തർക്ക് നമ്മൾ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്കാണെങ്കിലും മക്കളാണെങ്കിലും തുടങ്ങി കൊടുക്കുക. അവർക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടം, അവർക്കത് വീഡിയോ എടുക്കാനോ അതിൻ്റെ താല്പര്യം ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുക. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് അതൊക്കെ തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവരെ അതിനൊരു വരുമാനം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവരൊരു ഹാപ്പിനെസ് ആയിട്ട് അതിൽ വീഡിയോ ഇട്ടോട്ടെ, നമ്മൾ അത്ര വിചാരിക്കാൻ പാടുള്ളൂ. ഒന്നിനും നമ്മൾ തളർത്തരുത്. കാരണം നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഒന്നിനും പോണില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊരു കാര്യം ചെയ്യുക. അവരപ്പോൾ 100 നെഗറ്റീവായിട്ടും ആൾക്കാർ വരും. ചിലവരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ പോസിറ്റീവായിട്ടും പറയും. അപ്പോൾ നമ്മൾ നല്ലത് മാത്രം എടുക്കുക. അതായത് നല്ല രീതിയിൽ ചെയ്യണം. നമുക്ക് മറ്റുള്ളവർ പേടിക്കേണ്ട ആവശ്യമില്ല, അവരെ ഹേർട്ട് ചെയ്യാനൊന്നും നമ്മൾ പോണില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ്സ് ആണെങ്കിലും നമുക്കിങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. നമുക്ക് അതിന് വരുമാനം കിട്ടുകയാണെങ്കിൽ നമുക്കതൊരു ഉപകാരപ്പെടും. ഇല്ല, വരുമാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹാപ്പിനെസ്, നമ്മളത് ചെയ്തല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരും. നമ്മൾ ട്രൈ ചെയ്തല്ലോ. കാരണം നമ്മൾ ഫെയിൽ ആയാലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. മറ്റേ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എല്ലാതും ഒരു പേടി അല്ലെങ്കിൽ ട്രോളോ
അല്ലെങ്കിൽ എന്തെങ്കിലും വരുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും ഇപ്പോൾ ഇടാത്തതും അല്ലെങ്കിൽ തുടങ്ങാത്തതും ഒക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് യൂട്യൂബ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ രണ്ടാമത് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു 2 മാസമൊക്കെ ആയി കൺസിസ്റ്റൻസി ആയിട്ട് അല്ലെങ്കിൽ ഷോർട്സ് ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഷോർട്സ് ഇടുക എന്ന് പറയുമ്പോൾ ഷോർട്സിന് അങ്ങനെ 10 മില്യണോ എന്തൊക്കെ അടിക്കണം 3 മന്ത്സിൻ്റെ ഉള്ളിലോ അങ്ങനെ എന്തൊക്കെ ഉണ്ട് തോന്നുന്നത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ യൂട്യൂബർ കോർണർ മലയാളം അങ്ങനെ എന്തോ അല്ലേ ആ ചാനൽ നോക്കിയിട്ടാണ് ഒക്കെ അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നി എന്താണ് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് സബ് ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാനിങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളൊരു ലക്ഷ്യത്തേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങളത് ചെയ്യുക. നിങ്ങൾ ഒരു തുടങ്ങി വെച്ചാൽ തന്നെ നമുക്ക് അത് പിന്നെ അത് അങ്ങനെ കൊണ്ടുപോകാൻ, അതായത് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്കതിങ്ങനെ കൊണ്ടുപോകാൻ ഒരു തോന്നലുണ്ടാവും. നമുക്ക് ഇന്ന് എന്തെങ്കിലും ഇടാം, ഇന്ന് എന്തെങ്കിലും ഇടാം. അത് നല്ല രീതിയിലാണെങ്കിൽ നിങ്ങൾ ഇടുക. നിങ്ങൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ വല്ലതും ഉണ്ടാകും ചെയ്തോളിയും. അതായത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് വരുമാനം കിട്ടുകയാണെങ്കിൽ തന്നെ അതൊരു വലിയ ബെനിഫിറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുക. അവർക്കിങ്ങനെ പേടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കേൾക്കാൻ പറയുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.